സിനിമ പൈസയൊന്നും ഇല്ലല്ലേ, കഷ്ടിച്ച് ബസ്സിനുള്ള പൈസ മാത്രം. ആരെങ്കിലും ഉണ്ടെങ്കിൽ സോപ്പിടായിരുന്നു. ഇത് വഴിയാണെങ്കിൽ ആരും കാണാനും ഇല്ല. ഇത്ര നേരമായി ഇവിടെ കുത്തിയിരിക്കുന്നു, ആരും കണ്ടില്ല. ആ കോലപ്പം അങ്കിള് പറഞ്ഞു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താടാ കേശു ഇവിടെ വന്നിരിക്കുന്നത്? എന്താ പറയാനാ അങ്കിളെ? ഒന്നും പറയാനില്ലെങ്കിൽ പറയണ്ട. അല്ല അങ്കിളെ, അത് എന്തേലും ഉണ്ടെങ്കിൽ പറയടാ മോനെ. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ കാണാൻ വരുന്നുണ്ട്. അവൻ എൻ്റെ വീടറിയില്ല, അവനെ കൂട്ടിയിട്ട് വന്നിരിക്കുക. ഓ അങ്ങനെ. ഇനി എത്ര പറയാ? 10 മണിക്ക് വരാന്നാ പറഞ്ഞ. മണി 11 കഴിഞ്ഞല്ലോ മോനെ. 9:30 വന്നിരിക്കുക. ആകെ മരവിച്ചങ്കിളെ. ഫോണില്ലേ? ഓ ഒന്ന് വിളിച്ചു നോക്ക്. വിളിച്ചോണ്ടിരിക്കുക, എടുക്കണില്ല, ഔട്ട് ഓഫ് റേഞ്ച്. 10 മിനിറ്റും കൂടെ നോക്ക്. വന്നില്ലേ എഴുന്നേറ്റ് വീട്ടിൽ പോ. ആ അതാ. അതുവരെ നീ ഇവിടെ കുത്തിയിരുന്നു. ആ ഒന്ന് നിന്നേ അങ്കിളെ. എന്താടാ മോനെ? ഒരു 100 രൂപ എടുക്കാൻ കാണും. എന്നാത്തിനാ? ഇന്ന് ബോറടിച്ച് തങ്കബജാന്റെ കടയിൽ നിന്ന് 4 ദോശയും ഒരു രസോടയും 2 പപ്പടവും ഒരു ചായയും കുടിച്ചേക്കാന്ന് കരുതി. അതിന് തന്നെയാണോ? അത് തന്നെ, അല്ലാതെ വേറെ ഐഡിയ ഒന്നും ഇല്ല. എന്താ അങ്ങനെ തോന്നിയ? അല്ല, ഈ പ്രായത്തിലെ ചില ചെക്കന്മാർക്ക് പൈന്റ് അടിക്കുന്ന സ്വഭാവമുണ്ടേ. ആ ഗണത്തിൽ എന്നെ കൂട്ടണ്ടെങ്കിലേ. കാശൊക്കെ തരാം. എപ്പോ തരും? ഒരു ജോലി കിട്ടട്ടെ എന്ന്. അങ്കിളിന്റെ ഒരു കാര്യം, +2 പഠിക്കണ എനിക്ക് ജോലി കിട്ടേണ്ട കാലാവധിയെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? കൊടുക്കാം. എന്നും കാരണം ഒരു ചെറുക്കനല്ലേ, പാവിട്ട് ചോദിച്ചതല്ലേ. അപ്പോൾ ഇതിൻ്റെ കാര്യം സോഹ. അങ്കിള് പേടിക്കണ്ട, തന്നിരിക്കാം, വിട്ടോ. കാശ് കയ്യിൽ വന്നപ്പോ വിശപ്പിനൊരു ജാസ്തി. ഓ കയ്യിലിരുന്നതും പോയി. ഇനിയിപ്പോൾ എന്തിരേ പോട്ടെ. ഇപ്പോഴത്തെ ഒരു പിള്ളേരെ കാര്യം എവിടെ കൂടെ പോണ്, എങ്ങനെ പോണെന്ന് ദൈവത്തിന് പോലും അറിഞ്ഞുകൂടാ.